ഹലോ ഗെയ്സ്, ഞാൻ നോക്കുമ്പോൾ ജനാലേൻ്റെ അടിയിലൊക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ റെസ്റ്റിലാണ്. കാരണം എനിക്ക് ഭയങ്കര വയറുവേദനയും ഛർദിയും ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പീരീഡ്സ് വരെ എന്തായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ചെറിയ പണികളെടുക്കുമെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെയാണ് എടുക്കുന്നത്. വലിയ ഭാരപ്പെട്ട പണികളൊന്നും എടുക്കാറില്ല. രാവിലെ തന്നെ ചായയുടെയും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ തെളിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അലക്കിയിട്ടു. എന്താണെന്ന് വെച്ചാൽ മഴ എപ്പോഴാണ് പെയ്യുന്നത്, ഇന്നലെ നല്ല നിർത്താതെ പെയ്യുമായിരുന്നു മഴ. അപ്പോൾ ഇന്നെങ്ങനെയാണെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അലക്കിയിട്ടു. കുറച്ചെങ്കിലും ഉണങ്ങി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഈ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓരോന്നായിട്ട് എല്ലാം രീതിയിൽ അടുക്കി പെറുക്കിയൊക്കെ വെച്ചു. ഞാൻ ചെയ്ത വർക്കുകൾ, പിന്നെ ആ ഒരു പെൻ സ്റ്റാൻഡ്, കത്രികയും പേന, പെൻസില്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ജസ്റ്റ് ഒരു പാത്രം പോലെ ആക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ അതിന് വലിയ കലാവിരുദ്ധമൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ അതാട്ടോ ഞാൻ ചെയ്ത വർക്ക്. എങ്ങനെയായെന്നൊന്നും അറിയില്ല, എന്നാലും കൊള്ളായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ അതാണ് പെൻ സ്റ്റാൻഡ്. ഇത് ഞാൻ ചെവിയും വെറുതെ ഒരു ഇതിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു കണ്ണും മൂക്കും ചെവിയൊക്കെ ആയിട്ട് മീശയൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തു, ഒരു പൂച്ചേൻ്റെ സ്റ്റൈലിൽ. പിന്നെ ആ ജനാലേൻ്റെ സൈഡിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തിയാക്കി. അവിടെയായിരുന്നു അലങ്കോലമായിട്ട് കിടന്നിരുന്നത്. കാരണം ഏട്ടൻ വന്നാൽ വാച്ച്, പേഴ്സ്, ഫോണ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ തന്നെ കൊണ്ടിടുന്നതുകൊണ്ട് മൊത്തം ഇങ്ങനെ എന്തോ ഒരു ചവറ് പോലെ കിടക്കുമായിരുന്നു. അതൊക്കെ ക്ലീനായപ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയൊക്കെ എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ മേലേന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ അവിടെ അങ്ങനെ ഒരു സാധനങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്നത് പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ പൊടിയോ കാര്യങ്ങളൊന്നും അവിടെ കണ്ടില്ല. അതുകൊണ്ട് അത്ര വലിയ ഇതാക്കാനൊന്നും വേണ്ടായിരുന്നു. പിന്നെ ജനാലിലേക്ക് പോയപ്പോൾ നോക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. കാരണം അതെപ്പോഴും തുറന്നിടുന്നതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ കയറി അവിടെയാണ് അടിഞ്ഞുകൂടി പാറി വന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ എതിളിലൊക്കെ പൊടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് എന്തായാലും വൃത്തിയാക്കുന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ജനലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെയും അത്ര പൊടിയൊന്നും കണ്ടില്ല. എന്നാലും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുറവായിരുന്നു പൊടിയൊക്കെ. അപ്പോൾ പിന്നെ ഏകദേശം എല്ലാം അവിടെയുള്ള സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി മൊത്തം നിരന്ന് കിടന്ന പോയി ഭയങ്കര വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി. പിന്നെ അവിടെ എപ്പോഴും വെക്കുന്നത് ഏട്ടൻ അന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന മുഖത്ത് ഒരു സ്പ്രേ പോലെ റോസ് വാട്ടറിൻ്റെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചു. പിന്നെ ഏട്ടൻ്റെ മരുന്നുണ്ടായിരുന്നു, പിന്നെ എൻ്റെ സിന്ദൂരം ഉണ്ടായിരുന്നു. ഇത് മൂന്നാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അലമാരിയിലേക്ക് നോക്കുമ്പോൾ അലമാരിയിൽ ഏട്ടന് ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ നിരത്തിയിടും. അപ്പോൾ പിന്നെ അത് ഞാൻ താഴത്തെ ഡ്രോയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതെടുത്ത് മേലേക്ക് വെച്ച് അവിടെ ആ ഒരു ഭാഗം ക്ലീനാക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് കട്ടിലൊന്ന് വിരിച്ച് ഇതാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിരിയൊന്നും അങ്ങനെ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് തണുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ചൂടിൽ കിടക്കണം എന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉള്ള പുതപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വിരിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ അലക്കിയില്ല, കാരണം അത് വെച്ച് തന്നെ ഞാൻ വിരിച്ചു. കുടഞ്ഞിട്ടൊക്കെ പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ട് ഞാൻ അത് തന്നെ വിരിച്ചു. കാരണം എനിക്ക് റെസ്റ്റ് കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ വലിയ ഭാരപ്പെട്ട പണി ഞാനിപ്പോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനതങ്ങ് വിരിച്ചിട്ടു. അപ്പോൾ അങ്ങനെ വിരിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തലോണയും പുതപ്പൊക്കെ മടക്കി സെറ്റാക്കി വൃത്തിയാക്കി ഒരു മൂലയ്ക്ക് ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അലമാരിയിലെ സാധനങ്ങളിലേക്കൊക്കെ പോയത്. എന്താണെന്ന് വെച്ചാൽ ബെഡിൽ പൊടി ആയാൽ അത് തുണിയിലേക്കും പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ ബെഡ് ആദ്യമേ വൃത്തിയാക്കി വെച്ചു. പിന്നെ ഞാൻ തുണിയൊക്കെ മടക്കി. അതൊക്കെ മാസത്തിൽ ഞാൻ 2 പ്രാവശ്യം ഞാൻ ചെയ്യുന്നതാണ്. അതായത് 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പൊടി അങ്ങനെ ഇതാക്കി വെക്കുന്നത്, പിന്നെ
എന്താ തുണികളൊക്കെ ഇങ്ങനെ ഡസ്റ്റായിട്ട് കിടക്കുന്നത്, അതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ അത് ചെയ്യാറുണ്ട്. അപ്പോൾ തുണികളൊക്കെ മടക്കി വെച്ചു, ഞാൻ അടിച്ചു വാരി തുടച്ചു, എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി ഞാൻ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.